ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സ്റ്റൂ ആണ്. അത് മുട്ട ഇട്ടുള്ള സ്റ്റൂ ആണ്. ഉരുളൻകിഴങ്ങ് അത് വെന്തു. ഉരുളൻകിഴങ്ങ്, ചെറിയ ഉള്ളി, മല്ലിപ്പൊടിയും ചേർത്ത് കറിവേപ്പിലയിട്ട് വേവിച്ചതാണ്. അതിനകത്തിലോട്ട് നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചേക്കുന്നത് 5 മുട്ട പുഴുങ്ങിയതാണ്. പക്ഷേ 2-3 അഴുക്കായിപ്പോയി. അപ്പോൾ ബാക്കിയുള്ളതിട്ട് നമ്മൾ മുട്ട സ്റ്റൂ വെക്കാൻ പോകും. ഇതിനകത്ത് നമ്മൾ എന്ത് ചേർക്കണം? ഇച്ചിരി മസാലപ്പൊടി, മുളക് ചേർക്കത്തില്ല, പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. എരിക്കുള്ള പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. മുളക് പൊടി ചേർക്കത്തില്ല. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്തപ്പോൾ മസാലയായിട്ടത് ഉണ്ടോ, ചെറിയ ഉള്ളി, ഉരുളൻകിഴങ്ങും, പച്ചമുളകും, കറിവേപ്പിലയും, മല്ലിയിട്ട് വേവിച്ചതാണ്. അതിനകത്തോട്ട് ഞാൻ ഉണ്ടോ മുട്ടയെല്ലാം പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഇടുവാണ്. അതിൻ്റെ കൂടെ ഇപ്പം എന്ത് ചേർക്കാം? തേങ്ങാപ്പാൽ. അത് ശകലം നേരം ഒന്ന് കുറുകട്ടെ. കുറുകിയിട്ട് കടുക് വറുത്താൽ മതി. നമ്മുടെ മുട്ട സ്റ്റൂ റെഡിയാവും. 5 മുട്ട ഇട്ടതാ, 3 മുട്ട അഴുക്കായി പുഴുങ്ങാനിട്ടിരുന്നതാണ്. അതൊന്ന് തിളച്ച് പറ്റട്ടെ. ഓക്കെ, കറി കുറുകിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി കടുക് വറുത്തിടുക. ഉള്ളിയും കറിവേപ്പില നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാന്നേ, ഇടയ്ക്ക് കാണാത്ത പോർട്ട്. അപ്പം ഇത് പഴയ ഒരു കൂട്ടാനാണ്. പണ്ടൊക്കെ ഇതെല്ലാവരും ചെയ്യുന്നതാണ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ചെയ്ത് നോക്കുമ്പോൾ ചാറുകൊണ്ട് തേങ്ങാപ്പാലുള്ള കറിയാണ്, നന്നായിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് എല്ലാവരും ഒരു ലൈക്കും ഒക്കെ തരണം. ഓക്കെ, അപ്പം മുട്ട സ്റ്റൂ കറി റെഡിയായി.